ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസാക്കിനെ കുറിച്ചാണ്. അതായത് ഇസാക്കിന് ഇപ്പോൾ 1.5 വയസ്സ് കഴിഞ്ഞു, 2 വയസ്സാവാൻ പോവാണ് ജൂലൈയിൽ. അപ്പോൾ ഇവൻ എങ്ങനെയാണ് ഇവൻ്റെ സ്വന്തം കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം എടുത്ത് കഴിക്കുന്നത്. അതായത് ഈ പ്രായത്തിലുള്ള കുട്ടികൾ ചിലപ്പോൾ ചിലവരൊക്കെ വാരി കൊടുക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവൻ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഫുഡ് കൈ കൊണ്ട് കഴിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അത് ഇന്നലെ തുടങ്ങിയതല്ല, നമ്മളിവന് 6-ാം മാസം ആയപ്പോൾ തൊട്ടേ പ്രാക്ടീസ് തുടങ്ങിയതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇവനിങ്ങനെ കൈ കൊണ്ട് കഴിക്കാൻ തുടങ്ങിയത്. എസ്സോനും, അതായത് ഇവനൊരു സിസ്റ്ററുണ്ട്, 5 വയസ്സ് 6 വയസ്സാവാൻ പോവാണ്. അവൾക്കും നമ്മളിത് ചെയ്തായിരുന്നു. 6-ാം മാസം തൊട്ട് തന്നെ അവളും കൈ കൊണ്ടാണ് ഫുഡ് കഴിച്ച് തുടങ്ങിയത്. ആക്ച്വലി ഇതിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു തലവേദന ഒഴിഞ്ഞ് കിട്ടും. അത് ചിലപ്പോൾ അമ്മമാർക്ക് അറിയാമായിരിക്കും. ഇവരുടെ പിന്നാലെ ഫുഡും കൊണ്ട് നടക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പണി തന്നെയാണ്. നമുക്ക് ദേഷ്യം വരും, അവർക്കും ദേഷ്യം വരും. ആക്ച്വലി ഇവന് 4 മാസമായപ്പോൾ തന്നെ നമ്മൾ ഫുഡ് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. കാരണം ഇവന് കുറച്ച് വെയിറ്റ് കുറവായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇവന് ഫുഡ് കൊടുത്ത് തുടങ്ങാമെന്നുള്ളത്. കാരണം കൃത്യമായിട്ട് 6-ാം മാസത്തിലേ നമ്മൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് നിയമങ്ങളൊന്നുമില്ല. കുട്ടിക്ക് ഇപ്പോൾ വെയിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടർ പറയണ പോലെ ഇത്ര മാസം മുന്നേ ഫുഡ് കൊടുത്ത് തുടങ്ങാം എന്നുള്ളത് ഞാൻ ഇവൻ്റെ കാര്യത്തിലാണ് മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ 4-ാം മാസത്തിൽ ഇവന് ഞങ്ങൾ കൊടുത്തിരുന്നത് ഭയങ്കര ഫ്ലൂയിഡായിട്ടാണ് കൊടുത്തിരുന്നത്. അതായത് ക്യാരറ്റ്, വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ പുഴുങ്ങി നന്നായി ജ്യൂസ് പോലെ അടിച്ചിട്ടാണ് കൊടുത്തിരുന്നത്. സ്പൂണിൽ കുറച്ചീശ, അതായത് ഒരു വട്ടം, ദിവസത്തിൽ ഒരു വട്ടം ആണ് കൊടുത്തിരുന്നുള്ളൂ. അത് കുറച്ചീശയാണ് നമ്മൾ ആദ്യം കൊടുത്തു തുടങ്ങിയത്. പിന്നെയാണ് അതിൻ്റെ അളവ് കൂട്ടി തുടങ്ങിയത്. അത് കഴിഞ്ഞ് 6-ാം മാസം ആയപ്പോൾ ഇവൻ ശരിക്കും സപ്പോർട്ടില്ലാതെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ സപ്പോർട്ടില്ലാതെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളിവനെ ഈ ഹൈ ചെയർ, അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു ചെയർ വേണം, ഹൈ ചെയർ വേണം, ഇത് നിർബന്ധമാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളില്ല. കാരണം ഇവർ ഓടി നടക്കും. ഇതുണ്ടെന്നുണ്ടെങ്കിൽ ബെൽറ്റ് ഇട്ട് ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടെ ഇരുന്നോളും. അപ്പോൾ ഹൈ ചെയറിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഇരുത്തിയിട്ട് അവന് ഫുഡ് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. നമുക്ക് ഇതേപോലത്തെ പ്ലേറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ കുഞ്ഞു പിള്ളേർക്ക് ആവശ്യമില്ല. ഇവർക്ക് ഈ കാണുന്ന ഈ ഫ്രണ്ടിലത്തെ ഇവരുടെ ഈ സ്പേസ്, ഈ ഒരു ഭാഗം നന്നായി ക്ലീൻ ചെയ്ത് അവിടെ നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ സോളിഡ്സ് തുടങ്ങണേക്കാൾ മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടി സപ്പോർട്ടില്ലാതെ ഇരിക്കാൻ തുടങ്ങണം, കഴുത്തുറച്ചിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇവർ ഫുഡിനോട് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങും. അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അത് എടുക്കാൻ നോക്കുക, നമ്മളെ നോക്കി വെള്ളം ഇറക്കുക, അത് കഴിക്കാനുള്ള ആക്രാന്തം കാണിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ശ്രദ്ധിച്ചിരുന്നു. അതൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇവന് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയത്. പിന്നെ സപ്പോർട്ടില്ലാതെ ഇരിക്കണം. അങ്ങനെ നമ്മൾ സോളിഡ്സ് ഇവന് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്. 6-ാം മാസത്തിൽ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യല, തന്നെ ഫുഡ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഗാഗിങ്ങും ചോക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് യൂട്യൂബിൽ ഡോക്ടേഴ്സ് പറയുന്നത് കേൾക്കണം. അതേപോലെ അതായത് കുട്ടികൾ ഇപ്പോൾ ആദ്യമായിട്ട് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ അവർ വേന്നിങ്ങനെ ഓക്കാനം കാണിക്കും. അതേപോലെ അവരുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങും. അത് ഗാഗിങ് റിഫ്ലക്സ് ആണ്. അതിന് നമ്മൾ സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, അത് സീരിയസ് അല്ല. പക്ഷെ ചോക്കിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ തൊണ്ടയിൽ ഫുഡ് കുടുങ്ങിയിരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അത് കാരണം അവരെന്തെങ്കിലും അസ്വസ്ഥതകൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന് വേണ്ട എമർജൻസി കെയർ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനായിട്ട് ഈ 2 സംഭവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് നമ്മൾ യൂട്യൂബിൽ ഏതെങ്കിലും ഡോക്ടേഴ്സ് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു വീഡിയോ നമ്മൾ കണ്ടിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ കുറുക്ക് അങ്ങനത്തെ നാട്ടിലത്തെ പോലെ കുറേ കുറുക്കുകളുടെ ഓപ്ഷൻസ് ഇല്ല. ഞങ്ങൾക്ക് ഇവിടെ ആകെ കൂടി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ റാഗിയൊക്കെ കിട്ടും. അത് പക്ഷേ നാട്ടിലത്തെ പോലെ അങ്ങനെ അത്രയും നമുക്കിങ്ങനെ വെയിലത്തിട്ട് ഉണക്കി അങ്ങനെ പൊടിച്ച് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഒന്നും ഇവിടെ ഇല്ല. അപ്പം ഞങ്ങൾ ആദ്യം വെജിറ്റബിൾസിൽ നിന്നാണ് തുടങ്ങിയത്. ക്യാരറ്റാണ് കൊടുത്തു തുടങ്ങിയത്. ക്യാരറ്റ് നമ്മൾ നന്നായി പുഴുങ്ങിയിട്ട് അവൻ്റെ കയ്യിൽ കിട്ടിയാൽ അതിങ്ങനെ ഉടഞ്ഞു പോവും. അതേപോലത്തെ രീതിയിൽ നമ്മളിങ്ങനെ ഒരു ഫിംഗറിൻ്റെ വലിപ്പത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ അവൻ ആദ്യം അതെടുത്തിട്ട് നെക്കി നോക്കും, പിന്നെ ഇങ്ങനെ പീച്ചി നോക്കും, പിന്നെ അത് തലയിൽ വെച്ച് തേക്കും, മേത്ത് വെച്ച് തേക്കും, എന്നിട്ടായിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത്. അങ്ങനെ എന്തായാലും പിള്ളേർ കഴിച്ച് തുടങ്ങും. കാരണം ഈ പ്രായത്തിൽ അവർക്ക് എന്ത് കിട്ടിയാലും അവർ ആദ്യം വായിലോട്ടാണല്ലോ കൊണ്ടുപോകുക. പക്ഷെ അതിന് മുൻപ് അവർ ചിലപ്പോൾ ഇങ്ങനെ അതിനെ ഇട്ട് പീച്ചും, ചിലപ്പോൾ ഇങ്ങനെ ഇട്ട് പരത്തൊക്കെ ചെയ്യും. അതൊക്കെ നോർമലാണ്. പക്ഷെ നമുക്കതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കഴിക്കണില്ല, വെറുതെ വേസ്റ്റാക്കി കളയാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ തോന്നാൻ പാടില്ല. കാരണം ഇവരിങ്ങനെ ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കണ്ണടച്ചിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതേപോലെ തന്നെ കുട്ടികൾക്ക് നന്നായി വിശക്കുന്ന ടൈമിൽ നമ്മൾ ഫുഡ് കൊടുക്കാൻ നോക്കുക. ഇടയ്ക്ക് കൊടുത്തിട്ട്, അതായത് അവർക്ക് വിശപ്പില്ലാത്ത സമയത്ത് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ആ ഫുഡ് വെച്ചിരുന്ന് കളിക്കുള്ളൂ. ഇപ്പോൾ ഇവൻ്റെ
ഇത് കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി അത് ആവശ്യമില്ല. അപ്പോൾ അത് അവൻ്റെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് എടുത്ത് അവൻ്റെ മുന്നിൽ നിന്ന് മാറ്റി വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവരത് അടിയിലിടും, ആകെ മെസ്സാക്കും, നമുക്കപ്പോൾ ദേഷ്യം വരും. അതിനും ഭേദം അവർക്ക് എപ്പോഴാണ് നന്നായി വിശക്കുന്ന ആ ടൈമിൽ പിടിച്ചിരുത്തിയിട്ട് ഇതേപോലെ ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കും. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിലിരുന്ന് നമ്മൾ കഴിച്ച് കാണിച്ചു കൊടുക്കുക. അതായത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വായിലേക്ക് വെക്കുന്നതും, അതേപോലെ തന്നെ വെള്ളം ഗ്ലാസ്സിൽ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ, അതായത് ഗ്ലാസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവരതേപോലെ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യും. അങ്ങനെ അവർ പഠിക്കും അത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും വിശപ്പ് ഒരേപോലെ ആയിരിക്കില്ല. ഇപ്പോൾ ഇസാക്കിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുമ്പോഴേക്കും വയറ് നിറയും. അതുകൊണ്ട് തന്നെ ദിവസത്തിൽ ഒരു 4 വട്ടമൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവന് വിശക്കുമ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇത്രയും നമ്മൾ ഉണ്ടാക്കി, അതുകൊണ്ട് ഇവനിത് മൊത്തം കഴിച്ചിരിക്കണമെന്ന് നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അവർക്ക് മതിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കില്ല, അവരത് മാറ്റി വെച്ച് കളിക്കാനിരിക്കും. ആ സമയത്ത് നമ്മളത് ആ ഫുഡ് എടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ അത് ഒന്നെങ്കിൽ പിന്നീട് അത് ചൂടാക്കി കൊടുക്കാം. അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻസ് നമ്മൾ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചളവിൽ മാത്രം ആദ്യം കൊടുക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളുടെയും വിശപ്പ് ഒരേപോലെ ആയിരിക്കില്ല. നമുക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ ഇവൻ്റെ ചേച്ചിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ കൊടുത്ത ഫുഡെല്ലാം കഴിക്കുമായിരുന്നു. പക്ഷേ ഇവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്ത ഫുഡിൽ നിന്ന് പകുതി കുറച്ച് കഴിക്കുള്ളൂ. അതായത് ഒരു 2 ടീസ്പൂണൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവന് വിശപ്പ് മാറും. അവൻ പിന്നെ അത് കഴിക്കില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിശക്കും. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ച് നമ്മൾ അതേപോലെ ചെയ്യുക. ഒരിക്കലും കുട്ടികളെ കഴിക്കാനായിട്ട്, അതായത് പ്ലേറ്റ് ഫുള്ള് കാലിയാവാൻ വേണ്ടി ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവർക്ക് എന്താ പറയുക, ഫുഡിനോടുള്ള ദേഷ്യം ഉണ്ടാക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ഇവരെ 2 പേരും ഞാനിവരെ 2 പേരും ചെയ്ത എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അളവിൽ ഇങ്ങനെ ഫുഡ് എടുത്ത് കൊടുക്കാതെ നമ്മൾ ആഴ്ചയിൽ ഇപ്പം എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു നേരമേ ഒരു ഫുഡ് കൊടുക്കാവൂ. അതും ചെറിയ അളവിലൊക്കെ കൊടുത്ത് തുടങ്ങുക. അത് കഴിഞ്ഞതിന് ശേഷം അളവ് പതുക്കെ കൂട്ടി തുടങ്ങുകയാണ് ഞാൻ ചെയ്തത് കേട്ടോ. അതപ്പോൾ അല്ലെങ്കിൽ പിന്നെ വെറുതെ ഫുഡ് വേസ്റ്റ് ആകും. പിന്നെ അവർക്കൊന്ന് പരിചയമാവണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ ടൈം കൊടുക്കണം. പിന്നെ ഇവർ നല്ലപോലെ മെസ്സാക്കും. അവർ ഫുഡ് കഴിക്കണം, വിശന്നിട്ട് ഫുഡ് കൊടുക്കുന്ന സമയത്തും അവർ ഫുഡ് കഴിക്കുകയാണെങ്കിൽ പോലും അവർ അവിടെ ഇവിടെയൊക്കെ കളയും, കുറച്ചൊക്കെ അടിയിലൊക്കെ പോവും. എല്ലാതും വയറ്റിലേക്ക് തന്നെ പോകണം എന്നൊരു നിർബന്ധവുമില്ല. പക്ഷെ നമ്മളതൊക്കെ ക്ഷമിക്കണം. അതൊക്കെ പോയി അതൊക്കെ റെഡി ആവും. അപ്പോൾ ഇതിന് ക്ഷമ വേണം. പിന്നെ നമുക്ക് ക്ലീൻ ആക്കാനുള്ളൊരു മൈൻഡ് വേണം. എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവർ ഫുഡ് കഴിക്കുന്നത് റെഡി ആവുള്ളൂ. നമ്മൾ വെറുതെ കുറേ TV കാണിച്ചു കൊടുത്ത് അല്ലെങ്കിൽ കുറേ സ്ക്രീൻ കാണിച്ചു കൊടുത്തിട്ട് വയറ്റിലേക്ക് ഫുഡ് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. കാരണം അവർ ഇഷ്ടത്തോടു കൂടിയല്ല ഫുഡ് കഴിക്കുന്നത്. അവർ ആ സ്ക്രീൻ കണ്ടിട്ട് അതിൻ്റെ ഇതിലാണ് ഫുഡ് ഇറങ്ങി പോകുന്നത് വരെ ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ഇവരെ 2 പേർക്കും സ്ക്രീൻ ഇല്ലാതെയാണ് ഫുഡ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തരാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് നല്ലപോലെ ക്ഷമ വേണം, നല്ലപോലെ മെസ്സാക്കും, നല്ലപോലെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും. എങ്കിലും നമ്മളതൊക്കെ സഹിച്ച് ഇങ്ങനെ ഫുഡ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ എന്തായാലും തന്നെ കഴിക്കാൻ പഠിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.